ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ ജ്യേഷ്ഠന്മാരെ തൻ്റെ അമ്മയായ ദേവകീ ദേവിക്ക് കാണിച്ചു കൊടുക്കുന്ന ആ ഭാഗമാണ്. അങ്ങനെ തൻ്റെ ജ്യേഷ്ഠന്മാർക്ക് എല്ലാവർക്കും ശാപമോചനം ലഭിക്കുന്നു എന്നുള്ള ആ വലിയ ഒരു കാര്യം കൂടി നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തി. അതിനുശേഷം പിന്നെ എന്താണ് സംഭവിച്ചത്? മഹാഭാഗവതത്തിൽ പിന്നീട് എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. വളരെ ശ്രദ്ധയോടുകൂടി, ഭക്തിയോടുകൂടി, ക്ഷമയോടുകൂടി ഇരുന്ന് അവസാനം വരെ കേൾക്കണം. ഭഗവാന്റെ ജീവിതത്തിലൂടെ സഞ്ചരിക്കുവാൻ സാധിക്കുക എന്ന് പറയുന്നത് നമ്മളൊക്കെ എത്രയോ ജന്മങ്ങൾ ചെയ്ത പുണ്യമാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കണം. അതുകൊണ്ട് എല്ലാ ദിവസവും മാധവത്തിന്റെ കൂടെ ഇരുന്ന് ഒരു 10-20 മിനിറ്റ് ഭഗവാന്റെ കഥകൾ കേൾക്കുകയും നാമം ജപിക്കുകയും ചെയ്യുക. ഹരേ കൃഷ്ണ. ഇവിടെ ധർമ്മപുത്രർ, അതായത് യുധിഷ്ഠിരനും സഹോദരന്മാരുമൊക്കെ എവിടെയാണ് ഇപ്പോൾ താമസിക്കുന്നത്? ഇന്ദ്രപ്രസ്ഥത്തിലാണ് താമസിക്കുന്നത്. മയൻ നിർമ്മിച്ചു കൊടുത്ത ആ കൊട്ടാരത്തിലാണ് ഇപ്പോൾ അവരൊക്കെ താമസിക്കുന്നത്. അങ്ങനെ അവരവിടെ താമസിക്കുന്ന ഒരു കാലത്ത് ഒരു ദിവസം നാരദ മുനി യുധിഷ്ഠിരനെ കാണാനായിട്ട് അവിടേക്ക് എഴുന്നള്ളുന്നു. എന്നിട്ട് പറഞ്ഞു, രാജസൂയ യജ്ഞം നടത്തണമെന്ന്. പിതാവായ പാണ്ഡുവിന്റെ ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് മകനായ യുധിഷ്ഠിരൻ അത് ചെയ്യണം എന്ന് നാരദ മുനി ധർമ്മപുത്രരോട് പറയുന്നു. ഇത് കേട്ടതും ധർമ്മപുത്രർ പറയുകയാണ്, പ്രഭോ മഹാമുനി, സ്വർഗസ്ഥനായ പാണ്ഡുവിന്റെ ആഗ്രഹം സാധിക്കേണ്ടത് പുത്രനായ എൻ്റെ കടമയാണ്. ശ്രേഷ്ഠമായ രാജസൂയ യജ്ഞം നടത്തുവാൻ ഞാൻ പ്രാപ്തനാണോ? അതാണ് എൻ്റെ ഒരു സംശയം. മയൻ നിർമ്മിച്ച ഈ ഇന്ദ്രപ്രസ്ഥത്തിൽ ഞാൻ രാജാവായി വാഴാൻ തുടങ്ങിയിട്ട് 19 വർഷമായി. കുരുരാജ്യം 2ആയി ഭാഗിച്ച് ഹസ്തിനപുരത്തിൽ ദുര്യോധനനും ഇന്ദ്രപ്രസ്ഥത്തിൽ ഞാനും രാജാവായി തീർന്നു. ഖാണ്ഡവ ദഹനത്തിൽ അർജുനൻ ചെയ്ത ഉപകാരത്തിന് പ്രത്യുപകാരം എന്ന നിലയിൽ മയൻ എന്ന അസുരശില്പി നിർമ്മിച്ചു തന്നതാണ് ഈ മനോഹരമായ അത്ഭുത സഭാതലം. അങ്ങനെയുള്ള ഈ സഭാതലത്തിൽ വെച്ച് രാജസൂയം നടത്തുവാൻ എനിക്കും വളരെയധികം ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ അതിന് യോഗ്യനാണോ എന്ന സംശയം എനിക്കിപ്പോഴുമുണ്ട്. അതുകൊണ്ട് ഞാൻ ഭഗവാൻ ശ്രീകൃഷ്ണനോട് ഈ കാര്യം ഒന്ന് ചോദിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഉപദേശം എന്തായാലും അത് ഞാൻ അനുസരിക്കാം. അദ്ദേഹം പറയാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് യുധിഷ്ഠിരൻ നാരദനോട് പറയുന്നു. അത് കേട്ടതും നാരദൻ പറയുകയാണ്, അങ്ങ് വിഷമിക്കണ്ട, ഞാൻ ദ്വാരകയിലേക്കാണ് ഇനി പോകുന്നത്. ഭഗവാനോട് എല്ലാ വിവരങ്ങളും ഞാൻ പറഞ്ഞ് അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയക്കാം. അതിനിടയിൽ വേണ്ട കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്തു കൊള്ളുക എന്ന് നാരദൻ ധർമ്മപുത്രരോട് പറയുന്നു. അങ്ങനെ നാരദൻ നേരെ എവിടേക്ക് എത്തിച്ചേരുന്നു? ദ്വാരകയിൽ എത്തിച്ചേരുന്നു. നാരദനെ കണ്ടതും കൃഷ്ണന് വലിയ സന്തോഷമായി, സ്വീകരിച്ചു. എല്ലാ ആചാരമര്യാദകളും ചെയ്തു. അതിനുശേഷം കുശല പ്രശ്നങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ബ്രഹ്മാവിൻ്റെ പുത്രനായ നാരദൻ ഭഗവാനോട് പറയുകയാണ്, അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ഒരു ഭക്തന്റെ സന്ദേശവും കൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. യുധിഷ്ഠിര മഹാരാജാവിന് രാജസൂയ യജ്ഞം നടത്തിയാൽ കൊള്ളാമെന്ന് ഒരു ആഗ്രഹമുണ്ട്. അയോധ്യയുടെ അധിപതിയായിരുന്ന ഹരിശ്ചന്ദ്ര മഹാരാജാവ് രാജസൂയ യജ്ഞം നടത്തിയതിൻ്റെ ഫലമായി ഇന്നും സ്വർഗലോകത്ത് എല്ലാവരാലും പൂജിക്കപ്പെട്ട് നിത്യാനന്ദ സുഖം അനുഭവിച്ച് കഴിയുന്നു.
അവിടുത്തെ അഭിപ്രായം കൂടി അറിഞ്ഞിട്ട് വേണം അദ്ദേഹത്തിന് ഈ യജ്ഞം ആരംഭിക്കേണ്ടത്. അതുകൊണ്ട് അങ്ങ് എത്രയും പെട്ടെന്ന് അവിടേക്ക് എഴുന്നള്ളണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് നാരദൻ കൃഷ്ണനോട് പറയുന്നു. അത് കേട്ടതും അങ്ങ് ഈ കാര്യം വന്ന് ഇവിടെ പറഞ്ഞത് എനിക്ക് വലിയ സന്തോഷമായി, ഞാൻ ഉടൻ തന്നെ അവിടേക്ക് പോകാമെന്ന് കൃഷ്ണൻ പറയുകയും ചെയ്തു. എന്നിട്ട് നാരദൻ തിരിച്ചു പോകുന്നു. നാരദൻ പോയതിനു ശേഷം അവിടേക്ക് ഒരു ബ്രാഹ്മണൻ എത്തിച്ചേരുന്നു. ഈ ബ്രാഹ്മണൻ ഭഗവാനെ കാണുന്നു. എന്നിട്ട് ചില അപേക്ഷകൾ മുമ്പോട്ട് വെക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, പ്രഭു കരുണാനിധി, ഞാനൊരു സന്ദേശവാഹകനായ ബ്രാഹ്മണനാണ്. ദുഷ്ടനും കശ്മലനും മഹാപാപിയുമായ മഗധയുടെ രാജാവ് ജരാസന്ധൻ, അവന് ഇഷ്ടമല്ലാത്ത രാജാക്കന്മാരെയും നാടുവാഴികളെയും മുഴുവനും പിടിച്ച് ചങ്ങലയിട്ട് പൂട്ടി കാരാഗ്രഹത്തിലിട്ട് കഷ്ടപ്പെടുത്തുന്നു, കൊല്ലാതെ കൊല്ലുന്നു. അവരുടെ ധനം മുഴുവനും അവൻ അപഹരിക്കുന്നു, സ്ത്രീകളെ അപമാനിക്കുന്നു. അവിടുന്ന് ദുഷ്ടനിഗ്രഹത്തിനും ശിഷ്ടപരിപാലനത്തിനും വേണ്ടി അവതരിച്ചിരിക്കുന്ന ഭഗവാനല്ലേ? ആ ദുഷ്ടന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തികളൊന്നും അങ്ങ് അറിയുന്നില്ലെന്നോ? എത്ര മനുഷ്യരാണ്, എത്ര രാജാക്കന്മാരാണ് അവൻ കാരണം നരകിക്കുന്നത്. 20,000 മേൽ രാജാക്കന്മാരെ അവൻ കാരാഗ്രഹത്തിലിട്ട് നരകിപ്പിക്കുന്നുണ്ട്. ദുഷ്ടരാജാക്കന്മാരും പ്രബലന്മാരുമായ ദുര്യോധനൻ, ശിശുപാലൻ തുടങ്ങിയ എല്ലാവരും അവന്റെ സുഹൃത്തുക്കളുമാണ്. കാരാഗ്രഹത്തിൽ കിടന്ന് കരയുന്ന രാജാക്കന്മാരുടെ ആ സാധുക്കളുടെ അവരുടെ വിഷമം അങ്ങയെ ധരിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത്. അവരാണ് എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത്. അവരെ രക്ഷിക്കണമെന്ന് അവര് അപേക്ഷിക്കുന്നു. ഇങ്ങനെ ഈ ബ്രാഹ്മണൻ വന്ന് കൃഷ്ണനോട് പറയുന്നു. കൃഷ്ണൻ ഇതെല്ലാം കേൾക്കുന്നു. അല്പസമയം ആലോചിച്ചു. അതിനുശേഷം ബ്രാഹ്മണനെ സമാധാനിപ്പിച്ച് തിരിച്ചയച്ചു. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരമുണ്ടാക്കാം എന്ന് കൃഷ്ണൻ പറയുകയും ചെയ്തു. പിന്നീട് കൃഷ്ണൻ മന്ത്രിയായ ഉദ്ധവരെ ചെന്ന് കാണുന്നു. അതീവ ബുദ്ധിമാനാണ് ഉദ്ധവർ. ഉദ്ധവരോട് എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നു. ജരാസന്ധനെ വധിക്കുന്നതാണോ അതോ രാജസൂയം സംബന്ധിച്ചിട്ടുള്ള ആലോചനയ്ക്കായി യുധിഷ്ഠിരന്റെ അടുത്തേക്ക് പോകുന്നതാണോ ഉത്തമം? ആദ്യം എന്താണ് ചെയ്യേണ്ടത് എന്ന നിലയിൽ ഉദ്ധവരോട് ചോദിക്കുന്നു. അപ്പോൾ ഉദ്ധവര് പറയുകയാണ്, രണ്ടും ഒന്നിച്ചാണ് നടക്കേണ്ടത്. അത് നടക്കുക തന്നെ ചെയ്യും. രാജസൂയത്തിന്റെ 1-ാം ഘട്ടമായ ദിഗ്വിജയം നടത്തുമ്പോൾ ജരാസന്ധൻ അതിനെ തീർച്ചയായിട്ടും എതിർക്കും. അപ്പോൾ അവനെ വധിക്കുവാനുള്ള അവസരം വരികയും ചെയ്യും. അല്ലാതെ ഒരു കാരണവും കൂടാതെ ആദ്യമായി അവനെ വധിക്കുവാൻ പുറപ്പെടുന്നത് നീതിയല്ല. യാഗം നടക്കുകയും വേണം, മഗധൻ മരിക്കുകയും വേണം. രണ്ടും ഒന്നിച്ചു തന്നെ നടക്കും. ബ്രാഹ്മണന്റെ വേഷത്തിൽ അങ്ങും ഭീമനും കൂടി അവന്റെ മുമ്പിൽ ചെല്ലണം. ബ്രാഹ്മണരായതുകൊണ്ട് ചോദിക്കുന്നത് അവൻ തരാൻ മടിക്കുകയുമില്ല. ദ്വന്ദ്വയുദ്ധം ആവശ്യപ്പെടണം. ആ യുദ്ധത്തിൽ മാരുതപുത്രൻ ഭീമൻ മഗധനെ വധിക്കുക തന്നെ ചെയ്യും, സംശയമില്ല. അതോടുകൂടി ധർമ്മരാജാവിന്റെ യാഗം യാതൊരു തടസ്സവും കൂടാതെ മംഗളമായി നടക്കുകയും ചെയ്യും. അതുകൊണ്ട് അല്ലയോ കൃഷ്ണ, അങ്ങ് രാജസൂയത്തിനു വേണ്ടി ഉടൻ തന്നെ യുധിഷ്ഠിരന്റെ അടുക്കലേക്ക് പുറപ്പെട്ടുകൊള്ളുക എന്ന് ബുദ്ധിമാനായ ഉദ്ധവർ കൃഷ്ണനോട് പറയുന്നു. അങ്ങനെ ഉദ്ധവരുടെ ഈ ഉപദേശം കൃഷ്ണൻ സ്വീകരിക്കുകയും അടുത്ത ദിവസം തന്നെ കൃഷ്ണൻ ഒറ്റയ്ക്ക് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു.
വാസുദേവൻ വന്നിട്ടുണ്ട് എന്നറിഞ്ഞ ധർമ്മപുത്രരും സഹോദരന്മാരും അദ്ദേഹത്തെ ആദരപൂർവം എതിരേറ്റ് സ്വീകരിക്കുന്നു. ദ്വാരകയിൽ നിന്നും ശ്രീകൃഷ്ണൻ എഴുന്നള്ളിയിട്ടുണ്ട് എന്നറിഞ്ഞ് അദ്ദേഹത്തെ കാണുന്നതിനായി അവിടെയുള്ള എല്ലാ നിവാസികളും അവിടെ തടിച്ചുകൂടുകയും ചെയ്തു. അങ്ങനെ ആ മയനിർമ്മിതമായ ആ സഭാതലത്തിൽ ഭഗവാനെ സ്വീകരിച്ച് പൂജിച്ച് ഇരുത്തുന്നു. എന്നിട്ട് വിനയത്തോടുകൂടി യുധിഷ്ഠിരൻ തൻ്റെ ആഗ്രഹം അറിയിക്കുന്നു. രാജസൂയം നടത്തുവാൻ താൻ ആഗ്രഹിക്കുന്നത് തൻ്റെ പ്രതാപം കാണിക്കുന്നതിന് വേണ്ടിയിട്ടല്ല എന്നും പുണ്യത്തിനും പുരുഷാർത്ഥത്തിനും വേണ്ടി മാത്രമാണ് എന്നും കൂടാതെ പിതാവിൻ്റെ സായൂജ്യ സൽഗതിക്കും അത് കാരണമായി തീരും എന്നും അങ്ങയുടെ അനുഗ്രഹമുണ്ടായാൽ എല്ലാം ഭംഗിയായി നടക്കും എന്നുമാണ് എൻ്റെ വിശ്വാസമെന്നും യുധിഷ്ഠിരൻ കൃഷ്ണനോട് പറയുന്നു. ഇത് കേട്ടതും പീതാംബരൻ അരുളി ചെയ്യുകയാണ്, യുധിഷ്ഠിര, അങ്ങ് എന്തിനാണ് ഇത്രയധികം ചിന്തിച്ച് മനസ്സ് ചഞ്ചലപ്പെടുത്തുന്നത്? ഒട്ടും അധൈര്യം വേണ്ട. യാഗം നടത്തുവാൻ വേണ്ട എല്ലാ ഏർപ്പാടുകളും ചെയ്തു കൊള്ളുക. എൻ്റെ സഹായം എപ്പോഴും അങ്ങേക്കുണ്ടാകും. യാഗം ആരംഭിക്കുന്നതിന് മുമ്പ് ദിഗ്വിജയം അത് നടത്തണം. അതിനായി പടയോടും കൂടി വടക്കോട്ട് വിജയനും കിഴക്കോട്ട് ഭീമനും തെക്കോട്ട് സഹദേവനും പടിഞ്ഞാറോട്ട് നകുലനും പോകട്ടെ. എല്ലാ രാജാക്കന്മാരും അങ്ങേക്ക് കീഴടങ്ങുകയും കപ്പം നൽകുകയും ചെയ്യും. പക്ഷേ മഗധയുടെ രാജാവായ ജരാസന്ധൻ മാത്രം എതിർക്കും. അതുകൊണ്ട് യാഗത്തിനു മുമ്പ് അവനെ വധിക്കുക തന്നെ ചെയ്യണം. ഇന്നുള്ള രാജാക്കന്മാരിൽ വെച്ച് ഏറ്റവും പ്രബലനും ശക്തനുമാണ് അവൻ. 23 അക്ഷൗണിപ്പടയോടും കൂടി 17 തവണ അവൻ എന്നോട് യുദ്ധം ചെയ്തിട്ടുള്ളവനാണ്. മഗധ എന്ന രാജ്യത്തിൻ്റെ രാജാവായിരുന്ന ബൃഹദ്രഥന് ചണ്ഡികൗശകൻ എന്ന മുനിയുടെ അനുഗ്രഹത്താൽ അദ്ദേഹത്തിൻ്റെ 2 ഭാര്യമാരിലും കൂടി പാതി ജനിച്ചവനാണ് ജരാസന്ധൻ. ജര എന്ന യക്ഷിയാണ് അവൻ്റെ അർദ്ധശരീര ഭാഗങ്ങളെ തമ്മിൽ സന്ധിപ്പിച്ചത്. അതുകൊണ്ടാണ് അവൻ ജരയാൽ സന്ധിക്കപ്പെട്ടവൻ അങ്ങനെ ജരാസന്ധനായി മാറിയത്. അവനെ കൊല്ലുവാൻ സാധാരണ ജനങ്ങളെ കൊണ്ട് സാധിക്കുകയില്ല. അവനെ വധിക്കേണ്ടവൻ വായുപുത്രനായ ഭീമനാണ്. അതിനുവേണ്ടി ഞാനും ഭീമനും അർജുനനും കൂടി അവൻ്റെ അടുക്കൽ പോയി ഒന്ന് പരീക്ഷിച്ചു നോക്കട്ടെ. അതിനുശേഷം മതി ദിഗ്വിജയത്തിനുള്ള യാത്ര. ഇങ്ങനെ കൃഷ്ണൻ യുധിഷ്ഠിരനോട് പറയുന്നു. അതനുസരിച്ചിട്ട് മാധവനും മാരുതിയും മഹേന്ദ്രപുത്രനും, അതായത് കൃഷ്ണനും ഭീമനും അർജുനനും, അവർ 3 പേരും 3 ബ്രാഹ്മണരുടെ വേഷം ധരിക്കുകയും അവർ 3 പേരും കൂടി മഗധ എന്ന രാജ്യത്തിലേക്ക് പോവുകയും ചെയ്തു. ഹരേ കൃഷ്ണ. നാളെ ഏറ്റവും ശ്രേഷ്ഠമായ ജരാസന്ധവധമാണ് മാധവത്തിലൂടെ പറയാനായിട്ട് പോകുന്നത്. ഇന്നത്തെ കഥാഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എല്ലാവരും നാളെ ഭഗവാന്റെ കൂടെ ജരാസന്ധനെ വധിക്കുന്നതിനായി പോകുവാൻ തയ്യാറെടുത്തുകൊള്ളുക. എല്ലാവരും മാധവത്തിൻ്റെ കൂടെ വരണം. നാളെ ജരാസന്ധനെ നമുക്ക് വധിക്കാം. അതിമനോഹരമായ ഒരു കഥയാണത്. ഇന്നത്തെ കഥാഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് കമന്റായി രേഖപ്പെടുത്തുക. നാളത്തെ ദിവസത്തിനായിട്ട് എല്ലാവരും കാത്തിരിക്കുക. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക, ഭഗവാനെ സ്നേഹിക്കുക. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ.
ഹരേ കൃഷ്ണ.